ഹലോ, ആനന്ദ ഫാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയദശമി ആശംസകൾ ഫസ്റ്റ് തന്നെ പറയട്ടെ. എല്ലാവരും പൂജയെല്ലാം വെച്ച് നല്ല ഒരു മൈൻഡോടെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ 2 കോട്ടൺ സാരികൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബേബി പിങ്ക് ആയിട്ടുള്ളൊരു കളറിലാണ് കേട്ടോ അത്. അതിൽ ഒരു ഓറഞ്ച് കളർ ബോർഡർ, ഒരു ഡാർക്ക് പിങ്കായിട്ടും ബോർഡറുണ്ട്. അതിൻ്റെ മേലെ ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ആനയും അങ്ങനെയുള്ളൊരു ഡിസൈനായിട്ട് വളരെ കണ്ടോ. അതിൽ വളരെ നല്ലൊരു ഡിസൈൻസാണ് അതിൽ. അതിന് ഗോൾഡൻ കളറായിട്ടുള്ള ബോർഡർ അല്ല കേട്ടോ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബോർഡറായിട്ടാണ്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത് ഞാൻ കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂരിനടുത്ത് തന്നെ ഒരുപാട് ഗ്രാമങ്ങളിൽ ഇങ്ങനെ തറി ഇതൊക്കെ ചെയ്യുന്ന ഈ കോട്ടൺ സാരീസ് അധികം തമിഴ്നാട്ടിൽ നിന്നാണല്ലോ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. അധികം തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയി കണ്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഒരു വ്യത്യസ്തമായി തോന്നിയത് കൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഇതിൽ തന്നെ കണ്ടോ മാംഗോ ഡിസൈൻ. ഇത് മുന്താണിയാണ്. ഇതിൽ ഫുൾ മാംഗോ ഡിസൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ. അത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ അത് മുന്താണിയുടെ ഡിസൈൻസ് എല്ലാം വരുന്നത്. ഒരു പ്രത്യേകതരം സാരിയായിട്ട് എനിക്കത് തോന്നി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വേറൊരു കളർ വരുന്നുണ്ട്, ഓറഞ്ച് കളറ്. അതും ഇതേമാതിരി സെയിം ഡിസൈൻ തന്നെയാണ്. ഇതാണ് കേട്ടോ ഓറഞ്ച് കളർ വരുന്നത്. ഓറഞ്ചിൽ താഴെ പിങ്കായിട്ട്. ഇതും നല്ല സോഫ്റ്റായിട്ടാണ്. ഇത് സ്റ്റാർച്ച് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്തിട്ട് സ്റ്റാർച്ച് ഇട്ടിട്ട് അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സാരി. കോട്ടൺ സാരീസ് പൊതുവേ കുറച്ച് നമ്മൾ ഉടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. അതിന് അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് കുറച്ച് കാലം നിൽക്കണം എന്നുള്ളവർ നന്നായിട്ട് അത് കഞ്ഞിയൊക്കെ മുങ്ങി സ്റ്റാർച്ച് ചെയ്ത് ഒക്കെ വെച്ചാൽ വളരെ ഭംഗിയുള്ള എപ്പോൾ വേണമെങ്കിൽ നല്ല ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് കോട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ഈ സൗത്തിൽ തന്നെ ഫേമസ് ആയ ഒരു സ്ഥലമാണല്ലോ തമിഴ്നാട്, കോയമ്പത്തൂരൊക്കെ. കോട്ടൻ്റെ തന്നെ വളരെ ഫേമസ് ആയി. കോട്ടൺ കോയമ്പത്തൂർ, തിരുപ്പൂരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ. അങ്ങനെ കോയമ്പത്തൂരിനടുത്തുള്ളൊരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. മുഴുവനായിട്ട് കാണണേ വീഡിയോ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. പിന്നെ ഹോൾ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കണ്ടോ. വീഡിയോ ലാഗായി എന്ന് വിചാരിക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ വാട്സാപ്പ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക. എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിച്ചോളൂ, മറുപടി പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം കേട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. മെസ്സേജ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.